ഓക്കെ, ഈ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് മോട്ടോർ സിസ്റ്റം എക്സാമിനേഷൻ ആണ്. മോട്ടോർ സിസ്റ്റം എക്സാമിനേഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ 7 സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുക. ആദ്യത്തേത് ബൾക്ക് ഓഫ് മസിൽ, ദെൻ ടോൺ ഓഫ് മസിൽ, ദെൻ സ്ട്രെങ്ത് ഓഫ് മസിൽ, പിന്നെ കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്സ്, ഗേറ്റ്, ദെൻ റിഫ്ലക്സ് ആൻഡ് മോട്ടോ പാർട്ട് ഓഫ് ദിസ് ക്രേനിയൽസ്, ദെൻ കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്സ്. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ബൾക്ക് ഓഫ് മസിൽ ആണ്. ബൾക്ക് ഓഫ് മസിൽ ചെക്ക് ചെയ്യേണ്ടത് നോർമൽ പാൽപേഷൻ ആൻഡ് ഇൻഫെക്ഷൻ വെച്ചിട്ടാണ്. ആദ്യം ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും മസിൽസിന് ഏതെങ്കിലും വാഷിംഗ് ഉണ്ടോ എന്ന് നോക്കണം. ദെൻ പാൽപേഷൻ ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ നോക്കേണ്ടത് നമ്മൾ ടാപ്പ് വെച്ചിട്ടാണ്. സർക്കംഫറൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. സർക്കംഫറൻസ് അപ്പർ ലിമിലും അതേപോലെ തന്നെ ലോവർ ലിമിലും ചെയ്യാനുണ്ട്. അപ്പർ ലിമിൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ബോഡി പ്രൊമിനൻസ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. എന്നിട്ട് ഇതിന്റെ ഹാഫ് ഡിസ്റ്റൻസ് എടുക്കുക. അവിടുത്തെ സർക്കംഫറൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. ഇതേപോലെ നമ്മൾ രണ്ട് സൈഡിലും ചെയ്യണം. ഐഡിയലി നമ്മൾ പേഷ്യന്റിന്റെ ഡ്രസ് റിമൂവ് ചെയ്തിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ടോൺ ഓഫ് മസിലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ടോൺ ഓഫ് മസിൽ ഈസ് ദി റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് പാസീവ് മൂവ്മെന്റ്. ടോൺ ഓഫ് മസിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ജോയിൻസും പാസീവായിട്ട് മൂവ് ചെയ്ത് നോക്കാം. ആദ്യം ഷോൾഡർ ജോയിന്റ് നോക്കാം, ദെൻ എൽബോ ജോയിന്റ്, ദെൻ റെസ്റ്റ് ജോയിന്റ് നോക്കാം, ദെൻ ഡിസ്റ്റൽ ജോയിന്റ് നോക്കാം. ഇതുപോലെ തന്നെ ബോത്ത് അപ്പർ ലിം ആൻഡ് ലോവർ ലിം ചെയ്യണം. അതേപോലെ തന്നെ ബോത്ത് സൈഡിലും ചെയ്യണം. ഇനി അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത് സ്ട്രെങ്ത് ഓഫ് മസിൽസ് ആണ്. സ്ട്രെങ്ത് ഓഫ് മസിൽ എന്ന് പറയുമ്പോഴത്തേക്ക് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ആക്റ്റീവ് മൂവ്മെന്റ്. ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഒരു 0 to 5 ഗ്രേഡിലാണ്. 0th ഗ്രേഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് കംപ്ലീറ്റ് പാരാലിസിസ് ഓഫ് മസിൽ. ദെൻ ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറയുമ്പോൾ പേഷ്യന്റ് വിൽ ബി ഹാവിംഗ് ഫ്ലിക്കറിംഗ് ഓൺ കൺട്രാക്ഷൻ. ദെൻ ഗ്രേഡ് 2 എന്ന് പറയുമ്പോൾ പേഷ്യൻസിന് ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഗ്രേഡ് 3 എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു റെസിസ്റ്റൻസിന് എഗെയിൻസ്റ്റ് മൂവ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഗ്രേഡ് 4 എന്ന് പറയുമ്പോൾ ഒരു റെസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റും സർട്ടൻ എക്സ്റ്റെന്റ് ഓൺലി. ദെൻ ഗ്രേഡ് 5 ഇറ്റ് ഈസ് കംപ്ലീറ്റ് നോർമൽ മസിൽ. മസിൽസ് ഓഫ് ദി അപ്പർ ലിം ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. മസിൽസ് ഓഫ് അപ്പർ ലിമ്മിൽ ആദ്യം അബ്ഡക്ടർ കോൾസിസ് ബ്രേവിയസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. അബ്ഡക്ടർ കോൾസിസ് ബ്രേവിയസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പാമർ ആസ്പെക്റ്റിന് റൈറ്റ് ഹാൻഡ് ആയിട്ട് നമ്മൾ തമ്പ് അബ്ഡക്ട് ചെയ്യാൻ വേണ്ടത്. സോ ഇങ്ങനെ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പേഷ്യന്റിന് റെസിസ്റ്റൻസ് കൊടുക്കാം. അടുത്തതായിട്ട് ഓപ്പണൻസ് കോൾസിസ് ആണ്. ഓപ്പണൻസ് കോൾസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലിറ്റിൽ ഫിംഗറും തമ്പും ജോയിൻ ചെയ്യാം. എന്നിട്ട് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് കൊടുക്കുക. നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. അടുത്തത് ഇൻട്രോജസ് മസിൽസ് ആണ്. ഡോർസൽ ഇൻട്രോസിസ് ആൻഡ് പാമർ ഇൻട്രോസിസ്. ഡോർസൽ ഇൻട്രോസിസ് എന്ന് പറയുന്നത് ദേ ആർ ദി അബ്ഡക്ടേഴ്സ് ആൻഡ് പാമർ ഇൻട്രോസിസ് ആർ ദി അഡക്ടേഴ്സ്. ഡോർസൽ ഇൻട്രോസിസിൽ ഫസ്റ്റ് ഡോർസൽ ഇൻട്രോസിസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ അബ്ഡക്ട് ചെയ്യാൻ പറയാം. ഈ അബ്ഡക്ട് ചെയ്യുമ്പോൾ നമ്മൾ എഗെയിൻസ്റ്റ് റെസിസ്റ്റൻസ് കൊടുക്കുക. അടുത്തായി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള ഡോർസൽ ഇൻട്രോസിസ് ആണ്. പേഷ്യന്റിനോട് ബാക്കിയുള്ള ഫിംഗേഴ്സ് അബ്ഡക്ട് ചെയ്യാൻ പറയാം, അതിനെ റെസിസ്റ്റൻസ് കൊടുക്കുക. അടുത്തത് പാമർ ഇൻട്രോസിസ് ആണ്. പാമർ ഇൻട്രോസിസ് ആർ ദി അഡക്ടേഴ്സ് ഓഫ് ദി ഫിംഗേഴ്സ്. അതിന് നമ്മൾ പേപ്പർ ഫിംഗേഴ്സിന്റെ ഇടയിൽ വെക്കാം, എന്നിട്ട് പേഷ്യന്റിനോട് ഫുൾ ആയിട്ട് അഡക്ട് ചെയ്യാൻ പറയാം. ദെൻ ഇത് പുൾ ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി ലെംബ്രിക്കൽസ് ആണ് നോക്കാൻ പോകുന്നത്. ലെംബ്രിക്കൽസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫംഗ്ഷൻ മെറ്റാകാർപ്പോഫറാഞ്ചിയൽ ജോയിന്റിന്റെ ഫ്ലക്സസും അതേപോലെ തന്നെ ഇന്റർഫറാഞ്ചിയൽ ജോയിന്റ്സിന്റെ എക്സ്റ്റൻസസും ആണ്. സോ പേഷ്യന്റിനോട് കൈ ഇങ്ങനെ ഫ്ലക്സ് ചെയ്ത് പിടിക്കാൻ പറയാം, എന്നിട്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് കൊടുക്കുക. ഇനി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫ്ലക്സസ് ഓഫ് ഫിംഗേഴ്സ് ആണ്. ഫ്ലക്സസ് ഓഫ് ദി ഫിംഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിനറിന്റെ മിഡിൽ ആൻഡ് ഇൻഡെക്സ് ഫിംഗർ ട്വിസ്റ്റ് ചെയ്ത് പിടിക്കാം. ഇങ്ങനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് പിടിക്കുന്നത് എക്സാമിനറിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് പേഷ്യന്റിനോട് സ്ക്വീസ് ചെയ്യാൻ പറയാം. ദെൻ ഇത് പുൾ ഔട്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ബോത്ത് സൈഡിൽ ചെയ്യാം. ഇനി അടുത്തത് ഫ്ലക്സസ് ഓഫ് ദി റിസ്റ്റ് ആണ്. ഫ്ലക്സസ് ഓഫ് ദി റിസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫിംഗേഴ്സ് ഈ ഫോറാമിന്റെ സൈഡിലോട്ട് മൂവ് ചെയ്യാൻ പറയാം. ലൈക്ക് ദിസ്. ഇത് നമ്മൾ എഗെയിൻസ്റ്റ് ആയിട്ട് റെസ്ട്രിക്ട് കൊടുക്കാം.
അടുത്തത് എക്സ്റ്റൻസീവ്സ് ഓഫ് ദി റിസ്റ്റ് ആണ്. എക്സ്റ്റൻസീവ്സ് ഓഫ് ദി റിസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ റിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയാം. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് കൊടുക്കാം പേഷ്യന്റ്. അടുത്തതായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്ന ബ്രാക്കിയോറേഡിയൽസ് ആണ്. ബ്രാക്കിയോറേഡിയൽസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പൈൻ പ്രോൺ പൊസിഷനിൽ മിഡ് വേ ആയിട്ട് വെക്കാം ഹാൻഡ്, എന്നിട്ട് ഫ്ലക്സ് ചെയ്യാൻ പറയാം. ഫ്ലക്സ് ചെയ്യുമ്പോൾ നമ്മൾ എഗെയിൻസ്റ്റ് റെസിസ്റ്റൻസ് കൊടുക്കാം. ഇത് രണ്ട് സൈഡിലും ചെയ്യാം. അടുത്ത ചെയ്യാൻ പോകുന്ന ബൈസെപ്സ് ആണ്. ബൈസെപ്സ് സപ്ലൈൻ പൊസിഷനിൽ ഹാൻഡ് വെക്കുക, എന്നിട്ട് ഫ്ലക്സ് ചെയ്യാൻ പറയാം. എന്നിട്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് കൊടുക്കുക. ഇത് നമ്മൾ ബോത്ത് സൈഡിലും ചെയ്യാം. അടുത്ത ചെക്ക് ചെയ്യാൻ പോകുന്ന ട്രൈസെപ്സ് ആണ്. ട്രൈസെപ്സ് ചെക്ക് ചെയ്യാനായിട്ട് ഹാൻഡ് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയാം. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് കൊടുക്കും. അടുത്ത ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സുപ്രസ്പൈൻഡസ് ആണ്. സുപ്രസ്പൈൻഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അബ്ഡക്ഷൻ ആണ്. അബ്ഡക്ഷൻ ഫസ്റ്റ് 30 ഡിഗ്രി ഓഫ് അബ്ഡക്ഷൻ സുപ്രസ്പൈൻഡസും നെക്സ്റ്റ് ഫ്രം 30 to 90 ഡിഗ്രി ടെൻറ്റോയിഡ് ആണ് ചെയ്യുന്നത്. സുപ്രസ്പൈൻഡസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അബ്ഡക്ട് ചെയ്യാൻ പറയാം ഫ്രം 30 ഡിഗ്രി. ഈ പൊസിഷനിൽ നമ്മൾ റെസിസ്റ്റൻസ് കൊടുക്കുക. പിന്നെ ഡെൽറ്റോയിഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 30 ഡിഗ്രിയിൽ നിന്ന് 90 ഡിഗ്രിയിലോട്ടാണ് അബ്ഡക്ട് ചെയ്യുന്നത്. സോ ഈ പൊസിഷനിൽ നമ്മൾ റെസിസ്റ്റൻസ് കൊടുക്കുക. ഇങ്ങനെയാണ് സുപ്രസ്പൈൻഡസ് ടെസ്റ്റ് ചെയ്യുക. ഞാൻ ഡെൽറ്റോയിഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെൽറ്റോയിഡിന്റെ ആംഗിൾ ഫൈബേഴ്സ് ഫോർവേഡ് അപ്ഡേറ്റ് ചെയ്ത ഹാൻഡിന് ഫോർവേഡ് മൂവ്മെന്റും അതേപോലെ തന്നെ പോസിറ്റീവ് ഫൈബേഴ്സ് ബാക്ക്വേർഡ് മൂവ്മെന്റും ആണ്. സോ ഇങ്ങനെ ഫോർവേഡ് മൂവ്മെന്റും ബാക്ക്വേർഡ് മൂവ്മെന്റും. അടുത്ത ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇൻഫ്രാസ്പൈൻഡസ് ആണ്. ഇൻഫ്രാസ്പൈൻഡസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ആം ആഡ് ചെയ്ത് പിടിക്കാം. ദെൻ ഇതൊരു 90 ഡിഗ്രിയിൽ പിടിക്കും. ദെൻ ഇത് ലാറ്ററൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ ലാറ്ററൽ റൊട്ടേഷൻ നമ്മൾ ബാക്കിൽ നിന്ന് നമ്മൾ റെസിസ്റ്റൻസ് കൊടുക്കുക. എന്നിട്ട് ഓക്കെ, ഇനി അടുത്ത പെക്ടോറൽസ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. പെക്ടോറൽസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹാൻഡ് ഫുള്ള് ഔട്ട് സ്റ്റേറ്റ് പിടിച്ചിട്ട് ക്ലാപ്പ് ചെയ്യാൻ പറയാം. ഈ ക്ലാപ്പ് ചെയ്യുന്ന നമ്മൾ റെസിസ്റ്റൻസ് കൊടുക്കാം. ക്ലാപ്പ് ചെയ്ത് അടുത്ത ചെക്ക് ചെയ്യാൻ പോകുന്നത് സെറാറ്റോസാനിയർ ആണ്. സെറാറ്റോസാനിയർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യന്റിനോട് വാള് പുഷ് ചെയ്യുന്ന രീതിയിൽ നിൽക്കാൻ പറയാം. എന്നിട്ട് നമ്മൾ സ്കാപ്പിൽ അതിന്റെ മീഡിയൽ ബോർഡർ ചെക്ക് ചെയ്യണം. മീഡിയൽ ബോർഡർ ചെക്ക് ചെയ്യുമ്പോൾ അത് പ്രൊമിനന്റ് ആണെങ്കിൽ അവിടെ വിങ്ങിങ് ഓഫ് സ്കാപ്പിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ നോർമൽ ആണ്, വിങ്ങിങ് ഓഫ് സ്കാപ്പിൽ ഇല്ല. അടുത്തത് ചെക്ക് ചെയ്യാൻ വേണ്ടി ലാറ്റിസ് നെസ്ട്രോസി ആണ്. ലാറ്റിസ് നെസ്ട്രോസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കൈ രണ്ടും ബാക്കിൽ ഇങ്ങനെ പിടിക്കാം, എന്നിട്ട് ഡൗൺവേർഡ് ആൻഡ് ബാക്ക്വേർഡ് മൂവ് ചെയ്യാൻ പറയാം. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ റെസിസ്റ്റൻസ് കൊടുക്കാം. അടുത്ത ചെക്ക് ചെയ്യാൻ പോകുന്നത് മസിൽസ് ഓഫ് അബ്ഡമൻ ആണ്. മസിൽസ് ഓഫ് അബ്ഡമൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യന്റിനെ കപ്പൻ പൊസിഷനിൽ കിടക്കാം, എന്നിട്ട് കൈകൾ കാത്ത് വെക്കുക. ദെൻ പേഷ്യന്റിനോട് എണീക്കാൻ പറയാം. ഒന്ന് കിടക്കുക. ഈ അടുത്ത ചെക്ക് ചെയ്യാൻ പോകുന്നത് മസിൽസ് ബാക്ക് ആൻഡ് ഫ്രാക്ചർ ഫ്രൈൻ ആണ്. അതിന് പേഷ്യന്റിന് ഫ്രോൺ പൊസിഷനിൽ കിടക്കാം, എന്നിട്ട് ഹെഡ് അതേപോലെ തന്നെ നെക്കും എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തിട്ട് റൈസ് ചെയ്യാൻ പറ്റും. അടുത്ത ചെക്ക് ചെയ്യാൻ പോകുന്ന ട്രപ്പീസസ് ആണ്. ട്രപ്പീസസിന് രണ്ട് പാർട്സ് ഉണ്ട്, അപ്പർ പാർട്ട് ആൻഡ് ലോവർ പാർട്ട്. അപ്പർ പാർട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേഷ്യന്റിനോട് സ്ട്രെച്ച് ചെയ്യാൻ പറയാം അഗെയിൻസ്റ്റ് റെസിസ്റ്റൻസ്. ദെൻ ലോവർ പാർട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോൾഡർ ബ്ലേഡ്സ് അപ്രോക്സിമേറ്റ് ചെയ്യാൻ വേണ്ടത്. സോ ഇങ്ങനെ ചെയ്യാൻ പറയാം. ഇങ്ങനെയാണ് അപ്പർ പാർട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ലോവർ പാർട്ട്. അടുത്ത നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് മസിൽസ് ഓഫ് ദി ലോവർ ലിംബ് ആണ്. അതിൽ ഒന്നാമത്തെ ഇന്റൻസീവ് മസിൽസ് ഓഫ് ഫുട്ട് ആണ്. അത് സാധാരണ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ എക്സ്റ്റൻസേഴ്സ് ആൻഡ് ഫ്ലെക്സേഴ്സ് ഓഫ് ദി ടോ ആൻഡ് ഫുട്ട്. ഇതാണ് എക്സ്റ്റൻഷൻ. ഈ എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്നാണ് റെസിസ്റ്റൻസ് കൊടുക്കുക. ഇതാണ് ഫ്ലെക്ഷൻ. നമ്മൾ ഇങ്ങനെയാണ് ഇതിന്റെ റെസിസ്റ്റൻസ് കൊടുക്കുക. ഇനി അടുത്ത് എക്സ്റ്റൻസേഴ്സ് ആൻഡ് ഫ്ലെക്സേഴ്സ് ഓഫ് ദി നീ ആണ്. ഒന്ന് ഈ ബെൻഡ് ചെയ്തിരിക്കും.
ഫസ്റ്റ് എക്സ്റ്റൻസീവ് ഓഫ് ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേഷ്യന്റിനോട് ബെൻഡ് ചെയ്ത് പിടിക്കാൻ പറയാം. ദെൻ നമുക്ക് ഇങ്ങനെയാണ് ഫോഴ്സ് കൊടുക്കേണ്ടത്. ഇനി പേഷ്യന്റിനോട് ലെഗ് ഫുള്ളായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയാം. ഒന്ന് കാര്യം നോക്കും. ഇനി അടുത്ത് ഫ്ലെക്സസ് ഓഫ് ദി നീ ആണ്. ഫ്ലെക്സസ് ഓഫ് ദി നീ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യന്റിന്റെ നമ്മുടെ ലെഫ്റ്റ് കൈ കൊണ്ട് എക്സാമിനറിന്റെ ലെഫ്റ്റ് കൈ കൊണ്ട് പേഷ്യന്റിന്റെ തൈ അതേപോലെ തന്നെ റൈറ്റ് കൈ കൊണ്ട് ആംഗിളും പിടിക്കാം. എന്നിട്ട് പേഷ്യന്റിനോട് ബെൻഡ് ചെയ്യാൻ പറയാം അല്ലേ. അടുത്തതായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് എക്സ്റ്റൻസേഴ്സ് ആൻഡ് ഫ്ലെക്സസ് ഓഫ് തൈ ആണ്. ആദ്യം എക്സ്റ്റൻസേഴ്സ് ഓഫ് ദി തൈ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിനർ പേഷ്യന്റിന്റെ കാല് ലിഫ്റ്റ് ചെയ്യാൻ നോക്കുക. അതേ ടൈമിൽ പേഷ്യന്റിനോട് ഈ എലിവേഷൻ തടയാൻ വേണ്ടി പറയാം. ഞാൻ പൊക്കുമ്പോൾ ഒന്ന് താത്താൻ പറ്റാം. ഇനി അടുത്ത ഫ്ലെക്സസ് ഓഫ് ദി തൈ ആണ്. ഫ്ലെക്സസ് ഓഫ് ദി തൈ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യന്റിനോട് ലെഗ് എലിവേറ്റ് ചെയ്യാൻ പറയാം. നമ്മൾ എക്സാമിനർ അത് സ്ട്രെങ്ത് കൊടുത്ത് തടയാം. ഇന്ന് കാര്യം അടുത്തതായിട്ട് അബ്ഡക്റ്റേഴ്സ് ആൻഡ് അഡക്റ്റേഴ്സ് ഓഫ് തൈ ആണ്. അബ്ഡക്റ്റേഴ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യന്റിനോട് അബ്ഡക്ട് ചെയ്യാനാണ് പറയേണ്ടത്. നമ്മൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസ്റ്റിങ്സ് കൊടുക്കുക. അഡക്റ്റേഴ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യന്റിനോട് അഡക്ട് ചെയ്യാൻ പറയാം. എന്നിട്ട് അതിനായിട്ട് റെസ്റ്റിംഗ് ചെയ്യുക. ആദ്യം ഒന്ന് കാര്യം വിടണം. ഇങ്ങനെയാണ് അബ്ഡക്റ്റേഴ്സ് ചെക്ക് ചെയ്യുക. ദെൻ ഇനി അഡക്റ്റേഴ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാലം കൂട്ടി ഒഴിക്കാൻ പറയാം. ഇങ്ങനെയാണ് അഡക്റ്റേഴ്സ് ചെക്ക് ചെയ്യുക. അടുത്തത് ചെക്ക് ചെയ്യാൻ പോകുന്ന റൊട്ടേറ്റേഴ്സ് ഓഫ് തൈ ആണ്. റൊട്ടേറ്റേഴ്സ് ഓഫ് തൈ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലാറ്ററലി ആൻഡ് മീഡിയലി റൊട്ടേറ്റ് ചെയ്യാൻ പറയാം. ലാറ്ററൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസ്റ്റിങ്സ് കൊടുക്കുക. അതേപോലെ തന്നെ മീഡിയലി റൊട്ടേറ്റ് ചെയ്യാൻ പറയുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസ്റ്റിങ്സ് കൊടുക്കുക. ഒന്ന് കാല് പുറത്തോട്ട്. ലാറ്ററൽ റൊട്ടേഷൻ ആണിത്. അതിന് ഇങ്ങനെയാണ് സ്ട്രെങ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ മീഡിയൽ റൊട്ടേഷൻ. ഇതാണ് മീഡിയൽ റൊട്ടേഷന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസ്റ്റിങ്സ്. അടുത്തത് കോർഡിനേഷൻ മൂവ്മെന്റ്സ് ആണ്. കോർഡിനേഷൻ മൂവ്മെന്റ്സ് ബോത്ത് അപ്പർ ലിംബിലും ലോവർ ലിംബിലും ചെയ്യാനുണ്ട്. അപ്പർ ലിംബിൽ 3 ടെസ്റ്റ് ആണ് ഉള്ളത്. ഒന്നാമതാണ് ഫിംഗർ നോസ്റ്റസ്. ഫിംഗർ നോസ്റ്റസ് ചെയ്യുമ്പോൾ നമ്മൾ ഹാൻഡ് അപ്ഡേറ്റ് ചെയ്ത് പിടിക്കാം. എന്നിട്ട് നേരെ നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ നോസിന്റെ ടിപ്പിലോട്ട് എത്തിക്കാം. ഇതേപോലെ ഇത് 2 സൈഡിലും ചെയ്യണം. ഇത് അതേപോലെ തന്നെ കണ്ണടച്ചും കണ്ണ് തുറന്നിട്ടും ചെയ്യാം. ഇത് കണ്ണ് തുറന്നിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് സെർബെല്ലാർ ഡിസീസ് ആണ്. അതേപോലെ തന്നെ കണ്ണ് അടച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ സെൻസറി അറ്റാക്സ് ചെയ്യാം. ഒന്ന് കണ്ണ് തുറന്നിട്ട് This is a normal condition. അടുത്തത് ഫിംഗർ ടു ഫിംഗർ ടെസ്റ്റ് ആണ്. ഫിംഗർ ടു ഫിംഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഹാൻഡ് എടുത്തിട്ട് ഇങ്ങനെ വന്ന് നിപ്പിളിൽ ജോയിൻ ചെയ്യാൻ പറയാം. ഇത് നമ്മൾ കണ്ണ് തുറന്നിട്ട് കണ്ണ് അടച്ചിട്ടും ചെയ്യാം. അടുത്തായിട്ട് സബ്ക്ലാനിയൽ പ്രൊണേഷൻ ആണ്. ഈ സബ്ക്ലാനിയൽ പ്രൊണേഷൻ നമ്മൾ റാപ്പിഡായിട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇത് റാപ്പിഡായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ റെഗുലർ അറ്റാക്ക് ചെയ്യാം. ആൻഡ് ഈ ടൈം ഇസ് കോൾഡ് അഡക്കോട്ടൈനേഷൻ. അടുത്ത കോർഡിനേഷൻ മൂവ്മെന്റിൽ നമ്മൾ നോക്കുന്നത് ലോവർ ലിംബാണ്. ലോവർ ലിംബിൽ 3 ടെസ്റ്റ് ആണുള്ളത്. സ്ട്രേറ്റ് ലൈൻ ടെസ്റ്റ്, അതേപോലെ തന്നെ ഹീലിംഗ് ടെസ്റ്റ് ആൻഡ് റോംബോസ് ആൻഡ്. അത് സ്ട്രേറ്റ് ലൈൻ ടെസ്റ്റിൽ പേഷ്യന്റിനോട് ഒരു സ്ട്രേറ്റ് ലൈനിൽ മൂവ് ചെയ്യാൻ പറയാം. എന്നിട്ട് ഏതെങ്കിലും സൈഡിലോട്ട് ഡിവിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഡിവൈഡ് ചെയ്തില്ല. അഥവാ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ സെൻസറി ഇൻകോർഡിനേഷൻ ആണ് കാണിക്കുന്നത്. അടുത്തതായിട്ട് ഹീലിംഗ് ടെസ്റ്റ് ആണ്. ഹീലിംഗ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പേഷ്യന്റിന്റെ ഒരു ലെഗിന്റെ ഹീല് ഓപ്പോസിറ്റ് ലെഗിന്റെ നീലോട്ട് എത്തിക്കുക. എന്നിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുക. ഇത് പേഷ്യന്റിനോട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറയാം. ഈ സെറിബെല്ലാർ ഡിസീസ് ഉണ്ടാകുമ്പോൾ ഇവിടെ സ്ലൈഡ് ചെയ്യുമ്പോൾ ട്രെമോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്ത റോംബോസ് സൈൻ ആണ്. റോംബോസ് സൈൻ ചെയ്യുമ്പോൾ പേഷ്യന്റിന് കാല് അടുപ്പിച്ച് നിർത്തുക. ആൻഡ് നമ്മൾ കണ്ണടച്ചിട്ടും കണ്ണ് തുറന്നിട്ടും ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ പേഷ്യന്റ് നിൽക്കുമ്പോൾ ഒരു പ്രിക്കോഷനുള്ള നിലയ്ക്ക് നമ്മൾ പേഷ്യന്റിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ ഓക്കെ, ഇത് നമ്മൾ കണ്ണ് അടച്ചിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഭാഗത്തോട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് സെൻസറി അറ്റാക്സ് ആണ്. അതേപോലെ തന്നെ കണ്ണ് തുറന്നിട്ടാണെങ്കിൽ സെറിബെല്ലാർ അറ്റാക്സ് ആണ്. ഇവിടെ റോംബോസൈൻ നെഗറ്റീവ് ആണ്. അടുത്ത ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഗേറ്റ് ആണ്. ഗേറ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പേഷ്യന്റിനോട് ഒരു പോയിന്റിൽ നിന്ന് ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് നടക്കാൻ പറയാം. അതേപോലെ തന്നെ തിരിച്ച് നടക്കാൻ പറയാം. ഈ ഗേറ്റിൽ സെവറൽ അബ്നോർമാലിറ്റീസ് വരാം. എക്സാമ്പിൾ പാർക്കിൻസൺ ഡിസീസിൽ നമുക്ക് ഫെസ്റ്റിനൽ ഗേറ്റ് ആണ് വേണം. അതേപോലെ തന്നെ സെവറൽ അബ്നോർമാലിറ്റീസിൽ ഈ ഗേറ്റിൽ വരാൻ പറ്റും. അടുത്തത് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് ആണ്. ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് പറയുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ റെസ്റ്റ് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വോളണ്ടറി മൂവ്മെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കാതെ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് വരാം. ലൈക്ക് ട്രെമോസ്, അതേപോലെ തന്നെ കോറിയ എക്സെട്ര.
ഓക്കെ, ഇത്രയാണ് മോട്ടോർ സിസ്റ്റം ഉള്ളത്, മോട്ടോർ സിസ്റ്റം എക്സാമിനേഷൻ.